ഇതിൻ്റെ നടുവിലൊരു കുഴിയാണ്. ഈ കുഴിയുടെ താഴ്ച ഒന്നും കൂടെ കൂടിയിട്ടുണ്ട്. ഈ കുഴിയുടെ താഴ്ച കൂടിയോണ്ട് തന്നെ മീനുകളെല്ലാം ഇതിൻ്റെ അടിയിലാണ് പോയി കിടക്കുന്നത്. ഇതാണ്ട് നമ്മളെ കുളത്തിൻ്റെ ഓണർ ചേച്ചി. ഇവരുതാണ് കുളം. പിടിക്കാതെ കൺഫ്യൂഷനാണ്. മുട്ടിന്റെ അത്രയും വലുപ്പമുണ്ട്. മുട്ടിന്റെ ഒപ്പം ഉണ്ട് അല്ലേ? മുട്ടിന്റെ അത്ര സൈസ് എന്തായാലും കാണാം. കൂട്ടുകാരെ, നമ്മളപ്പോൾ നമ്മുടെ പാലക്കാടുള്ള ചെറിയ കുളത്തിൽ, ഒരുപാട് മീനുകളുള്ള ചെറിയ കുളത്തിൽ വീണ്ടും വന്നിട്ടുണ്ട്. ഇത്തവണ കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതൽ മീനുകളാണ് കേട്ടോ. അതിനേക്കാളും നല്ല സൈസുള്ള മീനുകൾ, അതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഇത്തവണ നമ്മൾ പിടിക്കുന്നത്. ഏകദേശം ഒരു പിടുത്തം കഴിഞ്ഞിട്ടുള്ള ഒരു കുളിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതായത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി കയറിയ സമയത്തുള്ള ഒരു കുളിയാണ് ഈ കാണുന്നത്. അപ്പൊ അച്ഛന്മാരെ, മീൻപിടുത്തത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി അടുത്തതും പിടിക്കാനുണ്ട്. ഈ പിടിച്ചതിന്റെ ബാക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഫുഡ് കഴിക്കാൻ കയറിയാണ്. ക്ഷീണിച്ചാ? എന്ത് ചെയ്യണം? ഒരു പരിപാടിയില്ല, മച്ചാമാരെ. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും. നമ്മളെ കൂടെ ഹുസൈൻ ഉണ്ട്. ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു കരേക്കാടൻ വ്ളോഗേഴ്സ്. എന്നിട്ട് കാല് വെക്കുക. എന്റെ കാല് വെച്ച് നോക്കുക. എന്റെ കാല് വരുത്താ. മുട്ടിന്റെ അത്രയും വലുപ്പമുണ്ട്. മുട്ടിന്റെ ഒപ്പം ഉണ്ട് അല്ലേ? മുട്ടിന്റെ അത്ര സൈസ് എന്തായാലും കാണാം. 2.5 കിലോ അല്ലേ? 2 കിലോ എന്തായാലും ഉണ്ടോ? 2 കിലോ എന്തായാലും ഉണ്ടോ? 2 കിലോനെ മേലേക്ക് വെക്കാതെ. അതാണ് കണക്ക്. നേലാക്കല്ലേ? മുത്തുമണികളെ. ഈ ഒരു കുളം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ് കേട്ടോ. പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടി റിസ്ക് ആയിട്ടുണ്ട് പ്രാവശ്യം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മീൻ പിടിക്കാൻ. കാരണം ഇതിൻ്റെ നടുവിലൊരു കുഴിയാണ്. ഈ കുഴിയുടെ താഴ്ച ഒന്നും കൂടെ കൂടിയിട്ടുണ്ട്. ഈ കുഴിയുടെ താഴ്ച കൂടിയോണ്ട് തന്നെ മീനുകളെല്ലാം ഇതിൻ്റെ അടിയിലാണ് പോയി കിടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വേണം മീനുകളെ പൊക്കാനായിട്ട്. വല താഴല്ലേ? ഒരു കുളത്തിനുള്ളിൽ ഏകദേശം ഒരാൾ താഴ്ചയുള്ള മറ്റൊരു കുഴി. അതാണിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇതിലാണെന്നുണ്ടെങ്കിൽ എത്ര മീൻ കിടന്നാലും അറിയില്ലട്ടാ. അതുമാത്രമല്ല, ഈ കുളത്തിലാണെന്നുണ്ടെങ്കിൽ നല്ല ഉറവുണ്ട്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ വെള്ളം കയറൽ കാണണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇതിൽ നിറയെ വെള്ളം കയറും കേട്ടോ. ആ ചേറിലല്ലേ അത്ര താഴ്ച ഉണ്ടല്ലോ അവിടെ. മീൻ വന്ന് അടിക്കൂട്ടാ. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ, വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് വല കൊണ്ട് കോരുമ്പോൾ മീനുകൾ കയറുന്നില്ല. കാരണം മീനുകളൊക്കെ തലഭാഗം അടിയിലേക്ക് ആക്കിയിട്ട് വാൽഭാഗം മാത്രം മുകളിലാക്കിയിട്ടാണ് കിടക്കുന്നത്. എത്ര വല കൊണ്ട് കോരിയാലും മീനുകൾ വലയുടെ ഉള്ളിൽ കയറുന്നില്ല. അവസാനം അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് കൈയിട്ടെടുക്കേണ്ട അവസ്ഥയായി. വലിയ വില ഉണ്ടോ? കുറച്ചും കൂടെ വലിയ വില ഉണ്ടെന്നാ.
ആ ചേറിലല്ലേ അത്ര താഴ്ചയുണ്ടല്ലോ അവിടെ. ആ ആ വെള്ളം പൊന്തി കഴിഞ്ഞപ്പോൾ മീനുകൾ അടിയിൽ നിന്ന് പൊന്തി കണ്ടത് നിങ്ങൾ. ഇതുവരെ ഈ ഒരു കുഴിയത്തെ വെള്ളം നന്നായിട്ട് അടിയിൽ പോയിട്ട് പോലും ആ ഒരു ചെറിയ കുഴിയിൽ മാത്രം വെള്ളം നിന്നിരുന്നു. ആ ഒരു സമയത്ത് ഇതിലൊറ്റ മീൻ പോലും ഇല്ലാത്ത പോലെയാണ് ഈ കുളം കാണുമ്പോൾ തോന്നിയിരുന്നത്. പക്ഷെ പെട്ടെന്നാണ് അവസ്ഥ മാറിയത്. ഇപ്പം മീനുകളൊക്കെ പൊന്തി കിടക്കുന്നുണ്ട് നിങ്ങൾ. ആ തുടക്കത്തിലുള്ള ആ ഒരു പെടച്ചിലാണ് ഇങ്ങനെ പറഞ്ഞോളൂ. ഫസ്റ്റുള്ള ഇവിടുത്തെ അയ്യടാ ചാടടാ. വെറും 10 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ മൊത്തമായിട്ട് വറ്റിച്ച കുളം ഈ ഒരു അവസ്ഥയിലായത്. നല്ല റോയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണെന്നുണ്ടെങ്കിൽ 2 കിണറുകളുണ്ട്, ഒരു കുളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്ന് വെള്ളം വലിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല മീനുകൾ ഈ ഒരു ചെറിയ കുഴിയിൽ കിടക്കണോണ്ട് തന്നെ കിട്ടാനും ബുദ്ധിമുട്ടാണിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇറങ്ങി വലിക്കുന്നത്. കേട്ടോ താഴെ കേട്ടോ ആണ്ട് വരി കിട്ടും. ഉണ്ണി അതായിട്ട് പോരിക്കോ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. അങ്ങനെ വലിച്ചു പോന്നാ മതി. അതില്ലാന്നുണ്ടെങ്കിൽ കുളത്തിലുണ്ടാവും. ഇതാണ്ട് നമ്മളെ കുളത്തിൻ്റെ ഓണർ ചേച്ചി. ഇവരുതാണ് കുളം. ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കുളം. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഇവർ കുളത്തിലുണ്ടാവും. മീനുകളെ നന്നായിട്ട് നോക്കുന്നൊരു ടീമാണ് ഇവർ. അതുകൊണ്ടാണ് മീനുകളൊക്കെ എല്ലാം ഏകദേശം ഒരുപോലെ നല്ല സൈസായിട്ട് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ വളരെ കുറവാണെന്നാണ് ഇവർ പറയുന്നത്. മോനെ ആ മൂല വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നാണ് വെള്ളം വീണ്ടും കൂടിയത്. അതുകൊണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ മോട്ടർ അടിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. വെള്ളം ഏകദേശം താഴ്ന്നു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു കുഴിയിലേക്ക് തന്നെ നമ്മൾ ഇറങ്ങണം. എന്താണ് കിട്ടാത്തത്? ഓ ഓ ഓ ഓ ഓ കേറാൻ വെക്കില്ലടാ.
അതൊരു നല്ല കോരലാവട്ടോ ഉണ്ണിയെ. ശരി, അതൊന്ന് പിടിച്ചു കൊടുക്കടാ. ഒറ്റക്ക് പോരുവോ? അവിടെ ചേറിലാണ്. അവിടെ എന്തായാലും അവിടെ നിന്ന് ആക്കണടാ. ഒരു മിനിറ്റാ. നാലുണ്ടാവല്ലോ. എന്താ ചെറുതിനെ പിടിച്ച് ഒപ്പിക്കാ ഞങ്ങളെ? ഹുസൈനെ ഒരു ചെറുതിനെ പിടിക്ക. എന്താടാ ഏതപ്പോ പിടിക്കാന്ന് അറിയണില്ലേ? എന്നാ ചേട്ടാ ഇതിനെ പിടിക്കാതെ കൺഫ്യൂഷൻ ആണോ? ഹുസൈനെ ഏതാ ഏനെ പിടിക്കാതെ കൺഫ്യൂഷൻ ആണ്. പൊന്നോ വലത്തുനിന്ന് മൂന്നാമത്തേനെ പിടിക്കുന്നത്. അതൊക്കെ എളുപ്പാ. അപ്പോ നമ്മളെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ബെൽ ബട്ടണും എല്ലാം പൊട്ടിക്കുക. ഫോണിന്റെ ഗ്ലാസ് പൊട്ടാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഇതുപോലുള്ള കുളങ്ങൾ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മീൻ നിങ്ങളുടെ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വന്നിട്ട് എടുക്കും. കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ വന്നിട്ട് മീൻ എടുക്കും. ഞങ്ങളെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ഞങ്ങളെ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ എവിടെ വേണമെന്നുണ്ടെങ്കിൽ വന്നിട്ട് മീൻ എടുക്കാം അല്ലേ? അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വേണം. അതുവരേക്കും ബൈ.